പനിക്ക് ശേഷം ഇന്നാകട്ടോ ഒന്ന് പാചകം ചെയ്ത് ഒരു തൃപ്തിക്ക് കഴിക്കുന്ന. പക്ഷെ ഉള്ളി പനിയുള്ളതുകൊണ്ട് വായി കയ്പ്, നമുക്ക് വിശപ്പൊന്നുമില്ല, ഒരു അരുചിയെങ്കിലും എല്ലാം ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം ബോണ്ടായ്ക്കുള്ള ഒരു മാവ് കുഴച്ച് വെച്ചില്ലായിരുന്നോ? അപ്പോൾ ആ മാവ് ഞാൻ ഒരു 2 പ്രാവശ്യം കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇന്ന് ഒരു 6 ഉണ്ടാക്കി. വൈകുന്നേരം ആരൻ വരുമ്പോൾ ഒന്ന് കഴിക്കാം. പിന്നെ അതാ പാലപ്പം, അത് ഇൻസ്റ്റൻറ്റ് പാലപ്പപ്പൊടിയാണ്. ഈ പൊൻകതിറിൻ്റെയാണ്. സൂപ്പർ കേട്ടോ. 1/2 കിലോ. അതിന് 1/2 കിലോയ്ക്ക് 45-55 രൂപയേ ഉള്ളൂ. ഒരുപാട് പാലപ്പം ഉണ്ടാക്കാം. ഞങ്ങൾക്കിത് ഒരാഴ്ച പാലപ്പം ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്നു. ചിക്കൻ കറി നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചത് ഇരിപ്പുണ്ടല്ലോ. പിന്നെ ചിക്കൻ്റെ കുറച്ച് പീസ് ഇരിപ്പുണ്ടായിരുന്നു. അതും ഒന്ന് അരച്ച് വരട്ടി. ആരൻ കുറച്ച് ദിവസമായി പാവം നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ശരിക്ക് കഴിച്ചോട്ടെ എന്ന് വെച്ച് ചോറ് വെച്ചു. മോരിരിപ്പുണ്ട്. ഏതാ പുളിശ്ശേരി, നമ്മുടെ മോര് കാച്ചിയത്. ക്യാബേജ് തോരനുണ്ട്. പിന്നെ ഈ ചിക്കൻ വറക്കുന്നു. ചിക്കൻ കറിയുണ്ട്. മീൻ കറി കഴിഞ്ഞ ദിവസം നമ്മൾ വറ്റ വെച്ചില്ലായിരുന്നോ? അപ്പോൾ അതുണ്ട്. അപ്പോൾ പാലപ്പവും ഈ ബോണ്ടായും എല്ലാം കൂടി നമുക്ക് ഇന്ന് വൈകുന്നേരം ആരൻ വരുമ്പോൾ സന്തോഷമായിട്ട് അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നു. ഞാൻ ചോറ് ചൂടോടെ എടുത്ത് മീൻകറിയും ക്യാബേജ് തോരനും മാത്രം കൂട്ടി കഴിച്ചു. ഇനിയും വൈകിട്ട് കട്ടൻ ചായയും നമ്മളുടെ ബോണ്ടായും, പിന്നെ അതായത് വൈകുന്നേരം ഈവനിങ്, പിന്നെ നമുക്ക് ഡിന്നറിന് പാലപ്പവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആരണ്. എനിക്ക് പാലപ്പവും മീൻ കറി, അത് അങ്ങനെ. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇന്ന് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തു. പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു മേലായികയൊക്കെ ഉണ്ട്. എന്നാലും കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കി കോഴിയെയും എല്ലാം 2 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്കായിട്ട് ഇറക്കി വിട്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. മുറ്റം കുറേ ഭാഗം അങ്ങ് തൂത്തു. പിന്നെ കരിക്കും മാതളവും പിന്നെ കിവിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓട്ടോ നമ്മൾ വിളിക്കുന്ന ഓട്ടോയുടെ ആ പയ്യൻ തന്നെ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ആഷറിന് കൊടുത്തു വിടാനായിട്ട് പന്നിയും പോത്തും ഉലർത്തി കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അതും മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എല്ലാം തന്നു. ഇനി നാളെ എനിക്ക് അതാണ് പരിപാടി. പന്നി ഉലർത്തുക, പോത്തുലർത്തുക, എന്നിട്ടത് തണുപ്പിച്ച് ഫ്രീസ് ചെയ്യണം. എപ്പോഴാണോ കൊട്ടാരക്കരക്കാരൻ വിളിക്കുന്നോ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കണം. ഞാനും അമ്മയും കൂടെ പോകുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നന്നായിട്ട് എല്ലാം കുക്ക് ചെയ്തതിനെല്ലാം ശേഷം നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ച് തലയെല്ലാം നനച്ച് കുളിച്ച് പിന്നെ ചോറൊക്കെ കഴിച്ച് നല്ല റെസ്റ്റ് എടുക്കുക ഇപ്പം. പിന്നെ ആരൻ വന്നു. ആരനുമായിട്ടിരുന്ന് ബോണ്ടയൊക്കെ കഴിച്ചു. ആരൻ പാലപ്പമൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്ന് അടിപൊളി ദിവസമായിരുന്നു, ദൈവം സഹായിച്ച്. ഇപ്പോൾ കരിക്ക് മേടിച്ചുകൊണ്ട് വന്ന 8 എണ്ണമായിരുന്നു. 2 ഞാൻ കൊണ്ടുവന്നപ്പോഴേ കഴിച്ചായിരുന്നു. വെള്ളം മാത്രം കുടിച്ചു. അതിൻ്റെ തേങ്ങ പൊട്ടിച്ചെടുക്കാനുള്ള ആരോഗ്യമില്ല, അത് ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെ ആരൻ വന്നപ്പോൾ 4 എടുത്ത് അതിൻ്റെ വെള്ളം വലിയൊരു ചെരുവത്തിലാക്കി എനിക്ക് കൊണ്ട് തന്നു. ഞാനപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നായിരുന്നു. അപ്പോൾ അതും ആരൻ ഒട്ടും വേണ്ടെന്ന് പറഞ്ഞു. കുടിച്ച് നോക്കിയപ്പോഴേ അയ്യേ എന്ന് പറയുക. കാരണം അവന് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ചാണ് കുടിപ്പിക്കുന്നത്. പിന്നെ ഞാനതെല്ലാം കുടിച്ചു. 4 എടുത്തതും കുടിച്ച് വെച്ച് കഴിഞ്ഞാൽ അഴുക്കുക, പൊളിച്ചു പോകും. അങ്ങനെ 6 ചിലവായി. ഇനി നാളെ 2 കഴിക്കണം, വെള്ളം കുടിക്കണം. പിന്നെ 6 പൊട്ടിച്ചത് ഫ്രിഡ്ജിൽ കയറ്റി. അഴുക്കായി പോകത്തില്ലേ. എങ്ങനെയെങ്കിലും നാളെ ആരണത് വെട്ടിത്തരാമെന്ന് പറഞ്ഞതിൻ്റെ തേങ്ങ. പിന്നെ മാതളവും കിവിയും ഈ 2 വീതം എടുത്ത് അതും കഴിച്ചു. കാരണം അതെല്ലാം കൂടെ ചെന്നപ്പോഴാണ് ഇന്ന് നല്ലതായിട്ട് ആഹാരം കുറേശ്ശെ അന്നേൽ ഇച്ചിരി എല്ലാ വെറൈറ്റിയും കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഊര് വീണത്. ശരീരം ബലമില്ല. ഈ ഭയങ്കര ഒരു പനിയായിപ്പോയി. അത് കാരണം നല്ല ക്ഷീണം, തലവേദന, ശരീരം തളർച്ച, ക്ഷീണം. അങ്ങനെ അത് ഒരു വല്ലാത്ത പനിയായിപ്പോയി. എന്തായാലും
അതൊക്കെ ഉള്ളിൽ വിഷമം ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്രയും ജോലികളൊക്കെ ചെയ്തു നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുക. ഞാൻ പാട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനം വെക്കുമല്ലോ, അപ്പോൾ അത് രാവിലെ വെച്ചിട്ട് ഞാൻ ആരൺ വരുന്നവരെ അല്ല ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു. ഉച്ചയായപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും വെച്ചു. എന്നിട്ട് ആരൺ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിർത്തിയത്. അപ്പം അങ്ങനെ അല്ലെങ്കിൽ സമയം പോകാനായിട്ട് നമുക്ക് മിണ്ടാനൊന്നും ആരും ഇല്ലാത്തപ്പോഴേ ബോറടിക്കും. അപ്പോൾ ഈ പാട്ട് വെക്കുമ്പോൾ ആ കൂടെ ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം. അതുകൊണ്ട് ഞാൻ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബോണ്ട നല്ല സൂപ്പറായിരുന്നു ഇന്നുണ്ടാക്കിയപ്പോൾ കേട്ടോ. നല്ല ഇരുന്നപ്പം സോഫ്റ്റായി. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ദൈവം സഹായിച്ച് അടിപൊളിയായി. ഇപ്പം എന്താ ചെറിയ ഇത്രയും നേരം കിടന്ന് ജോലിയൊക്കെ ചെയ്ത് മുറ്റം വരെയും തൂത്തല്ലോ, അതിൻ്റേതായ ചെറിയൊരു മേക്കാച്ചിൽ പോലെ ഇങ്ങനെ നെറ്റിയ ചെറിയൊരു ചൂടും ശരീരത്തിന് ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നുന്നു. സാരമില്ല, ഞാനിവിടെ കിടക്കുക. ഇന്ന് എന്തായാലും ഞാൻ ഗുളികയെന്ന് പറയുന്ന സാധനമേ കഴിച്ചില്ല. പക്ഷേ നമ്മൾ ആ കരിക്കെല്ലാം കണ്ടമാനം കുടിച്ചപ്പോൾ നല്ല കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. കണ്ണിനൊക്കെ നല്ല നമുക്ക് ശരിക്കും ക്ഷീണത്തിൻ്റെ നമുക്ക് അറിയാൻ പറ്റും. അയ്യോ, അതുപോലത്തെ ഒരു പനിയായിപ്പോയി. പിന്നെ കരിക്ക് കുടിച്ചാൽ നമുക്ക് ഭയങ്കര ഇതാണ്, നല്ല ഒരു ഉണർവ്, ഒരു കണ്ണൊക്കെ നല്ല ആരോഗ്യം വന്ന്. പിന്നെ റെസ്റ്റ് എടുക്കണം, ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. കരിക്കും കുടിക്കണം, അല്ലാത്ത വെള്ളവും കുടിക്കണം, തിളപ്പിച്ചാറിച്ച വെള്ളം. ഇത് നല്ല പാലപ്പപ്പൊടിയാണ് കേട്ടോ, പൊടിയാണേ. അത് നമ്മൾ 1/2 കിലോയുടെ ഒരു പാക്കറ്റ് മിക്സിയിലോട്ട് ഏറ്റവും വലിയ ജാറിനകത്തോട്ടാണ് ഒറ്റ പ്രാവശ്യമായിട്ടിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, 2 സ്പൂൺ പഞ്ചസാര ഇടുക, 1/4 ടീസ്പൂൺ ഉപ്പും ഇടുക, ഉപ്പുപൊടി. എന്നിട്ട് നല്ലതായിട്ട് അടിച്ച് അത് ഒരു ചെരുവത്തി ഒഴിച്ച് വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ല പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാവെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ സൂപ്പർ പാലപ്പാന്ന് പറയും. ഞങ്ങൾക്ക് ഈ ഒരു 1/2 കിലോയുടെ പാക്കറ്റ് ഒരാഴ്ചത്തേക്കുണ്ട്. അപ്പം 45 55 ഏതാണ്ട് അത്രയും രൂപയ്ക്ക് ഒന്നും ലാഭം. ഒരാഴ്ച ഞാനും ആരണം കഴിക്കാമെന്ന് വെച്ചാൽ. ആരൺ പിന്നെ വൈകുന്നേരം വരുമ്പോഴും ഉള്ളതേ ഉള്ളൂ, രാവിലെ കഴിക്കത്തില്ല, സ്കൂളിൽ നിന്നല്ലേ. രാവിലെ 2 എണ്ണം കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. പനിയൊക്കെ ആകുമ്പോൾ നമുക്കങ്ങ് അസ്വസ്ഥതയാണ് ജോലി ചെയ്യാത്തപ്പോൾ. ഇന്ന് ഞാൻ വീട് മൊത്തം പുക കിട്ടട്ടെ എന്ന് വെച്ച് എനിക്കിങ്ങനെയൊക്കെ ഒരു മേലായിയൊക്കെ വന്നാൽ മൂഷാട്ടെ പിടിച്ച് നമ്മൾ തൂക്കാതെയും വരാതെയും തുടയ്ക്കാതെ ഇരിക്കുമ്പം ഇവിടെ പൊടിയൊന്നും ഇല്ല, ആരും അഴുക്കാക്കാനില്ല, ചപ്പൊന്നും ഇല്ല, മുറ്റത്തെ ഇല വീഴത്തുള്ളൂ, അകത്ത് അങ്ങനെ തന്നെ കിടക്കും. എന്നാലും ചൂല് ഇട്ടൊന്ന് അടിച്ചു പോകാത്തപ്പോഴത്തേക്കും ഒരു മൂഷാട്ട വരുമല്ലോ. അപ്പോൾ ഞാനിന്ന് വിറകൊക്കെ വിറക് വരേന്ന് കുറേ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഞാൻ നന്നായിട്ട് ആളിച്ച് തൊണ്ടും ചിരട്ടയൊക്കെ വെച്ച് നമ്മുടെ അടുക്കളയിലെ വിറകടുപ്പില്ലേ അതിനകത്ത് നന്നായിട്ട് പുകച്ചു. കത്തിച്ചപ്പോൾ പുകച്ച് തൊണ്ടൊക്കെ വെച്ചപ്പോൾ പുകച്ച് നമ്മുടെ വീട് മുഴുവൻ എല്ലാ മുറിയിലും പുക ചെന്ന് ചേരും. എല്ലാം നല്ല ഭംഗിയായിട്ട് പുക ചെന്ന് നല്ല ഇതായി. ഗ്യാസിൻ്റെ ഇത് കണ്ടോ ഇരിക്കുന്നത്, അത് പാചകം കഴിഞ്ഞ് വേണം എനിക്കതൊന്ന് വൃത്തിയാക്കാൻ. 2 ദിവസമായിട്ട് വൃത്തിയാക്കുന്നില്ലല്ലോ അതിൻ്റെ തട്ടേ. കഴിഞ്ഞ ദിവസം ചായ എൻ്റെ അനിയത്തി വന്നപ്പോഴും അനത്തി, പിന്നെ എനിക്ക് ഒരു ദിവസം അനത്തി തന്നപ്പോൾ തിളച്ച് വീണ. അതെനിക്ക് ആരോഗ്യക്കുറവുകൊണ്ട് ഞാനത് തേച്ച് കഴുകാൻ പോയില്ല. അത് കാണുമ്പോൾ ഒന്നും ഓർക്കണ്ട കേട്ടോ. എൻ്റെ ഗ്യാസ് 2 നല്ല വൃത്തിക്ക്, ഇത് അകത്തെ ഗ്യാസാണ് അടുക്കളയിൽ, വർക്ക് ഏരിയയിലും ഇതും നല്ല പളുങ്ക് പോലെ ഇടുന്നത്. ആരെണ്ണ അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ. അപ്പം നമുക്കിനി ആരോഗ്യമായിട്ട് നാളെ അത് സോപ്പ് വെള്ളത്തിൽ കുളിത്തിട്ട് നല്ല വൃത്തിക്കാക്കിയെടുക്കണം. എപ്പോഴും നമ്മൾ കഴുകുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഇതിപ്പോൾ ആ ചായ മട്ടിച്ചിരി കിടപ്പുണ്ട്, അതാ ഞാനത് കണ്ടപ്പോൾ ഓർത്ത് നിങ്ങൾ എന്നെ കുറ്റം പറയുമല്ലോ എന്ന്. ഇത് ചിക്കൻ അടിച്ചു വരട്ടി വറുക്കാൻ വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യമെല്ലാം പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം പറഞ്ഞു വിട്ടു. ദൈവം സഹായിച്ച് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു. ചെടിയല്ല, പച്ചക്കറി. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം നാളെ ഇന്ന് വൈകിട്ട് നമുക്ക്
8 മണിയാകുമ്പം ദൈവം സഹായിച്ച നമ്മളുടെ ലൈവിൽ വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം നാളെ നമുക്ക് അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യുവർ ചക്കരയുമ്മ. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ചിക്കൻ കറി അതും 3-4 ദിവസം മുമ്പുള്ള മറ്റേ കേറ്ററിംഗുകാരുടെ ചിക്കൻ കറി. ഇത് ഇന്ന് വറുത്ത ചിക്കൻ, ഇന്നുണ്ടാക്കിയ പാലപ്പം. ഇന്ന് ഓട്ടോച്ചേട്ടൻ പോയി മേടിച്ചോട്ട് വന്ന് മാതളം, കിവി, കരിക്ക് മേടിച്ചു. കട്ടൻ കാപ്പി. ഉപ്പും മുളകും കണ്ടുകൊണ്ടാണ് പുള്ളി കഴിക്കുന്നത്. പുള്ളി മാത്രമല്ല, ഞാനും അങ്ങനെ. ഞങ്ങൾ രണ്ടുകൂടെ കഴിക്കുമ്പോൾ കേട്ടോ, അല്ലാതെ ഒറ്റയ്ക്ക് ഞാനതൊന്നും ഓൺ ചെയ്യാനും കഴിക്കാനൊന്നും പോകത്തില്ല, അല്ലേ? മുഖമൊക്കെ കരിവാളിച്ചിരിക്കുന്നു. കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയോ? ഓ, സോപ്പ് തേച്ച് നല്ലതായിട്ട് കുളി കേട്ടോ. ജന്മം ചെയ്ത സോപ്പ് നല്ല വതപ്പിച്ച് തേക്കുകയല്ല, മുഖം കരിവാളിച്ചിരിക്കുന്നു. മഹാവൃത്തിയിട് കേട്ടോ. ബോണ്ട കാണിക്കാൻ മറന്നുപോയി.